ഇന്നലെ ഈരാറ്റുപേട്ടയിലുണ്ടായ ഒരു സംഭവം വളരെ വേദനാജനകമാണ്. ഒരു 4 വയസ്സുകാരൻ അയാൻ ശാന്ത് എന്ന് പറയുന്ന ഒരു കുട്ടി അതിദാരുണമായി കൊല്ലപ്പെട്ടു. അത് ആ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായ സംഭവം നമ്മളൊന്ന് ചിന്തിക്കണം. അതായത് ഒരു മര്യാദയില്ലാതെ ഒരു ചാർജിങ് സ്റ്റേഷനിലേക്ക് ഒരു കാർ കൊണ്ടുവരികയാണ് ഓടിച്ച്. എന്നിട്ട് നിയന്ത്രണം വിട്ടെന്നാണ് അതിന് പറയുന്നത്. ഒരു അമ്മയും കുഞ്ഞും ഇരിക്കുകയാണ്. ആര്യ മോഹൻ എന്ന് പറയുന്ന ഒരു അധ്യാപിക, ആ അധ്യാപികയുടെ മകനാണ് ഈ അയാൻ ശാന്ത്. അത് അവരുടെ ആര്യ മോഹൻ്റെ ഭർത്താവ് ശബരിനാഥ് നേമം സ്വദേശിയാണ്. അദ്ദേഹം ഒരു പുതിയ ഒരു ഇലക്ട്രിക് വാഹനം, ഒരു കാർ വാങ്ങിയതിന് ശേഷം എല്ലാവരുടെ അടുത്തൊക്കെ കാര്യമൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് അവർ ഒരു ഉല്ലാസയാത്രയ്ക്ക് വാഗമൺ പോയതാണ്. ഈരാറ്റുപേട്ട വഴിയാണ് വാഗമൺ പോകുന്നത്. അപ്പോൾ വാഗമൺ പോയി തിരികെ വന്ന വഴിക്ക് ഈരാറ്റുപേട്ടയിൽ നിന്ന് ചാർജിങ് സ്റ്റേഷനിൽ കയറ്റി അത് ചാർജ് ചെയ്യാനായിട്ട് വന്നു. അപ്പോൾ ഈ കുട്ടിക്ക് ഈ പാല് കൊടുക്കാൻ വേണ്ടി ഈ അമ്മ ആര്യ മോഹൻ ഈ കുഞ്ഞിനെ എടുത്ത് അവിടെ ഇരുന്ന ഒരു ഇരിപ്പിടത്തിൽ, അവിടെ ഉണ്ടായിരുന്ന അടുത്ത ചാർജിങ് ആ പോയിൻറ്റിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആ ഒരു കമ്പി വേലി ഉണ്ട് അതിൻ്റെ മുമ്പിൽ. അതിലേക്ക് കമ്പി വേലി എന്ന് പറഞ്ഞാൽ നല്ല കമ്പിയാണ് ഉള്ളത്. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഇരിപ്പിടത്തിൽ ഇരുന്നു. ഈ കുഞ്ഞു മടിയിൽ വരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു കാറ് പാഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് ഈ 2 പേരെ ഇടിച്ചങ്ങ് തെറിപ്പിക്കുകയാണ്. ഇടിച്ച് നേരയ്ക്ക് കൊണ്ടുപോയിട്ട് ഈ കമ്പിയിലോട്ട് അങ്ങ് ചേർത്ത് വെച്ച് ഞെരുക്കി. ഈ കാറിനും തകരാറ് പറ്റി, ഈ വന്നേക്കുന്ന കാറിന്. അപ്പോൾ ഈ കമ്പിയും ഈ കാറിൻ്റെ ബോണറ്റുമായിട്ട് അത് മുൻവശവുമായിട്ട് ഇവർ 2 പേരും ഞെരിഞ്ഞമർന്നു കേട്ടോ. ആ കുഞ്ഞ് മരണപ്പെട്ടു. യഥാർത്ഥത്തിൽ അത് നമുക്ക് കൊല്ലപ്പെട്ടു എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ രീതിയിലാണ് സംഭവിച്ചേക്കുന്നത്. ഇങ്ങനെയൊക്കെ കാർ അശാസ്ത്രീയമായിട്ട് ഈ വാഹനങ്ങൾ ഓടിക്കുന്നവന്മാരുണ്ട് കേട്ടോ. ഒരു ശ്രദ്ധയില്ല. ഇന്നിപ്പം തന്നെ രാവിലെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് കാറിനകത്ത് വരുമ്പോൾ ഒരു യു ടേൺ എടുക്കേണ്ട ഒരു സ്ഥലത്ത് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വണ്ടി ഉണ്ടല്ലോ കൊണ്ടുവന്നിട്ട് യു ടേൺ എടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിർത്തി നോക്കി നേരെ പോകുന്ന വാഹനങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എടുക്കണം. അതിന് പകരം എന്താണെന്നറിയാം, ഹൈ സ്പീഡിലാണ് കൊണ്ടുവന്ന് തിരിച്ച് എൻ്റെ മുൻവശം ഇങ്ങോട്ട് കയറ്റിയത്. എൻ്റെ ഡ്രൈവർ എൻ്റെ കാർ ഇടത്തേക്ക് വെട്ടിച്ച് മാറ്റിയതുകൊണ്ട് ഞങ്ങളുടെ വണ്ടിയിൽ ഇടിവുള്ളതെ രക്ഷപ്പെട്ടു. എന്താ അഹങ്കാരമായിട്ടാവും വണ്ടി ഓടിച്ചെന്നറിയാമോ? അതൊരു ഒരു 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 ഡ്രൈവറാണ്. ആ ഡ്രൈവർ എന്ന് പറയുന്നത് ഒരു ചെറിയ ഒരു പിക്കപ്പ് വാനാണ്, ഓടിച്ചുകൊണ്ട് വരികയാണ്. കാരണം അവന് നഷ്ടമൊന്നും വരാനില്ല. അതുകൊണ്ട് എന്ത് ചോദിച്ചാൽ അത് ഒരൊറ്റ കയറ്റം ഇങ്ങോട്ട് കയറുന്നത്. കാരണം ഇവനിങ്ങനെ ഭയപ്പെടുത്തിയിട്ട് ബാക്കി ആളുകളെ നിർത്തണം. അതാണ് എൻ്റെ ആവശ്യം. എന്നിട്ട് അവന് യൂറ്റേൺ കയറി പോകണം. ഈ രീതിയിൽ വണ്ടി ഓടിക്കുന്നവന്മാർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ആളുകളെ പക്ഷേ ഈ ഭയപ്പെടുത്തുന്നവന്മാർ എപ്പോഴാണ് അവരുടെ കൺട്രോൾ പോകുന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. ഈ ഭയപ്പെടുത്തുന്ന സമയത്ത് അവന് പെട്ടെന്ന് ഒരു സ്പ്ലിറ്റ് ഓഫ് എ സെക്കൻഡ് മതി അവൻ്റെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടാൻ. അങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഈ വണ്ടി വന്ന് ബാക്കിയുള്ളതിലെല്ലാം ഇടിയുള്ളത് രാവിലെ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ഇതൊന്ന് പറയണമെന്ന്. ഒരുപാട് പേര് ചെയ്യുന്ന കാര്യമാണത്. പ്രത്യേകിച്ച് ട്രാഫിക് പോയിന്റുകളിലെല്ലാം ഇതുപോലെ തോന്നിവാസമായിട്ട് പോകുന്ന ആളുകളുണ്ട്. ഇനി അവൻ്റെ നമ്പർ നോട്ട് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ ഞാനത്, കാരണം ഞാൻ ഭയന്നുപോയി, നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. അല്ലായിരുന്നെങ്കിൽ അത് നോട്ട് ചെയ്തിട്ട് ഒന്ന് വിളിച്ചറിയിക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. കാരണം ഇത്രയും വൃത്തികേടായിട്ട് ഡ്രൈവ് ചെയ്യുന്നവന്മാർ, ഇതിനൊക്കെയുള്ള സംവിധാനം ഉണ്ടാകണം നമ്മുടെ നാട്ടിൽ. കാരണം ഈ ഡ്രൈവിങ് ഈ രീതിയിൽ കാർലെസ്ലി റാഷ് ആൻഡ് ക്രിമിനലി നെഗ്ലിജൻറ്റ് എന്ന് വേണം ഇതിന് പറയാൻ. അങ്ങനെ വണ്ടി ഓടിക്കുന്ന ആളുകളെ ശ്രദ്ധിക്കണം. അതാണ് വേണ്ടത്. അവരെയൊക്കെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ആളുകൾ വിളിച്ച് നിർബന്ധമായിട്ടും ട്രാഫിക് പോലീസിനെ വിളിച്ചറിയിക്കണം. അല്ലെങ്കിൽ മോട്ടോർ വെഹിക്കിൾസ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിട്ട് ആ വാഹനത്തിന് പേര് നടപടിയെടുക്കണം. എനിക്ക് പറ്റിയില്ല. കാരണം ഞാൻ ആ നമ്പർ നോട്ട് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു നിമിഷം കൊണ്ടാണ് ഞാൻ ഒരു വ്യത്യാസം അങ്ങനെ കഷ്ടിച്ച് അങ്ങനെ രക്ഷപ്പെട്ടെന്നുള്ളേ ഉള്ളൂ. അത്ര വലിയ സ്പീഡിലാണ്, അത്ര റാഷായിട്ടാണ് ആ ഡ്രൈവിങ് അങ്ങോട്ട് നടത്തിയത്. നോക്കിക്കോണം.
നമ്മുടെ ഹൈവേയിലാണ് ഈ സംഭവം എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഈ രീതിയിലാണ് പലരും വണ്ടി ഓടിക്കുന്നത്. അതുപോലാണ് ഈ കാർ ഓടിച്ച ആളുണ്ടല്ലോ, അയാൾ ആരോ ആവട്ടെ, ഈ കൊച്ചു കുഞ്ഞിനെ ഇടിച്ച് കൊലപ്പെടുത്തിയതല്ലേ യഥാർത്ഥത്തിൽ. എന്ത് ചെയ്തിട്ടാണ്? 4 വയസ്സുകാരനാണ്. ആദ്യമായിട്ട് സ്കൂളിൽ പോയി അതിൻ്റെ വിശേഷങ്ങളുമൊക്കെ പറഞ്ഞ് നാട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞ് അയൽക്കാരുടെ അടുത്തൊക്കെ പറഞ്ഞ് ടാറ്റായും ഒക്കെ കാണിച്ച് പറഞ്ഞു വന്ന കുഞ്ഞാണ്. അത് അവിടെ ചെല്ലുന്നത് അതിൻ്റെ മൃതദേഹമായിട്ടാണ് കേട്ടോ. ജീവനില്ലാത്ത ഒരു ശരീരമായാണ് അതിനെ ആ വീട്ടിലേക്ക് നേമത്തേക്ക് തിരിച്ചു ചെല്ലുന്നത്. നമ്മളത് ആലോചിച്ചാൽ മതി. ഈ അമ്മ ഗുരുതരമായി പരിക്കേറ്റ് ഈ ആര്യ മോഹൻ അവർ ആശുപത്രിയിലാണ്. അവർ പാലായിലെ ഒരു ആശുപത്രിയിൽ അവരെ അഡ്മിറ്റ് ചെയ്തേക്കാണ്. എന്ത് പറയാനാണ് ഇതിനൊക്കെ? ഈ രീതിയിലൊക്കെയാണ് ഓരോരുത്തരുടെ പെരുമാറ്റം.